കൂട്ടുകാർക്കും വിദ്യാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ, ഹോം മെയ്ഡ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു കിഡിലും സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ നന്നായി കഴുകി വറുത്തെടുത്തതാണത്. പിന്നെ തേങ്ങ ചിരണ്ടിയത്, അതിനകത്തേക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, കുരുമുളക്, വാളംപുളി, കറിവേപ്പില, പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞായി അരിഞ്ഞ് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി വറുത്തെടുക്കാം. ചമ്മന്തിപ്പൊടി നമുക്ക് കുട്ടികളൊക്കെ ദൂരെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ജോലി ചെയ്യുന്ന മക്കൾക്കും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ പൊടിയാണ്. ഇത് കുറച്ച് നാൾ ഇരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമുക്കിത് ഒരു ബിസിനസ്സായിട്ടും വേണമെങ്കിൽ ചെയ്യാം. അച്ചാറൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതും കൂടി അതിൻ്റെ സൈഡായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ കഴുകി നന്നായി വറുത്തെടുക്കുന്നുണ്ട്. ചെമ്മീനൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇറക്കി വയ്ക്കാം. ഒരു ചട്ടി വെച്ച് തേങ്ങ വറുത്തെടുക്കാം. ചട്ടി ചൂടായപ്പോൾ നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് വറുക്കാം. തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കുരുമുളകും പുളിയും എല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറാകുന്ന വരെ വറുത്തെടുക്കാം. ചമ്മന്തി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും എല്ലാത്തിനും നല്ല ഒരു ചമ്മന്തിയാണ്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. ബിസിനസ് ചെയ്യാനും ദൂര സ്ഥലങ്ങളിലുള്ളവർക്കും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഇതുപോലെ നമ്മൾ തേങ്ങ ഈ മാത്രമായിട്ട് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ ചെമ്മീനും കൂടി ചേർത്ത് ചമ്മന്തിപ്പൊടി തയ്യാറാക്കുമ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. തേങ്ങ നന്നായി മൂത്ത് വരട്ടെ. തേങ്ങയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ബ്രൗൺ നിറാകുന്നവരെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ചെമ്മീൻ ഇടാതെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. പിന്നെ ചെമ്മീൻ ഇട്ടിട്ട് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇനി വറുത്ത് വെച്ചേക്കാം. ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീനിട്ട് തേങ്ങയും ചെമ്മീനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ചെമ്മീനൊക്കെ ഒന്ന് ചൂടായിക്കോളും. വറുത്ത് വെച്ച ചെമ്മീനാണ്, കഴുകി വറുത്ത് വെച്ച ചെമ്മീനാണ്. ചെമ്മീനെല്ലാം വറുത്തത് മിക്സിൻ്റെ ജാറയിലേക്ക് ഇട്ട് കൊടുത്തു. വലിയ ജാറയിൽ തന്നെ ഇട്ടു. ചെറുതിലിട്ട് അരിഞ്ഞ് പോകേണ്ട, എണ്ണയാകരുത്. അതിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ചെമ്മീൻ ഉപ്പുണ്ട് പാകത്തിന് നോക്കിയിടണം. തേങ്ങയ്ക്കൊക്കെ ആവശ്യമായ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനും എല്ലാത്തിനും പറ്റിയ അടിപൊളി ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.